ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ദിനവൃത്താന്ത പുസ്തകമാണല്ലോ നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ ദാവീദിൻ്റെ ആഗ്രഹപ്രകാരം ശലോമോൻ അതിമനോഹരമായ ദേവാലയം പണിയുകയും അതിൻ്റെ പ്രതിഷ്ഠ നടത്തുകയും യഹോവയുടെ പേടകം ആഘോഷപൂർവ്വം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ അധ്യായത്തിൽ ശലോമോൻ നടത്തിയ ദീർഘമായൊരു പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് 1 രാജാക്കന്മാർ 8:12 മുതൽ 53 വാക്യങ്ങളിൽ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ആ ദിനവൃത്താന്തക്കാരൻ ശലോമോൻ്റെ ദീർഘമായ പ്രാർത്ഥന ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സകല ഇസ്രായേൽ ജനത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയും തൻ്റെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു പ്രാർത്ഥനയാണിത്. എൻ്റെ പിതാവിനോട് അധരങ്ങൾ കൊണ്ട് അവിടുന്ന് ചെയ്ത വാഗ്ദാനം, കാരണം എൻ്റെ പിതാവ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അവിടുന്ന് പറഞ്ഞു, നിനക്കത് സാധ്യമല്ല, നിൻ്റെ കരങ്ങൾ രക്തം പുരണ്ടിരിക്കുന്നു, നിൻ്റെ മകൻ്റെ കാലത്ത് അത് സാധ്യമാണ്. അത് അവിടുന്ന് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എന്നെ അവിടുന്ന് തിരഞ്ഞെടുത്തു, ഞാനത് പണിതിരിക്കുകയാണ്. അതിൻ്റെ അവകാശി സിംഹാസനത്തിലിരിക്കുമെന്ന് ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തം അവിടുന്ന് നിറവേറ്റിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് ഈ ചെറിയ ഭവനത്തിൽ വസിക്കുന്നുവല്ലോ. ദൈവത്തെപ്പറ്റിയുള്ള സോളമൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്, സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം, ആ നാമത്തിൽ ഞാൻ പണിതായി ദേവാലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളതാണെന്നും സോളമന് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് സർവവ്യാപിയും സർവജ്ഞാനും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് ദേവാലയത്തിൽ വന്ന് അവിടെ അങ്ങേ തന്നെ പൂർണ്ണമായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായ അനുഭവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് ശ്രദ്ധിക്കണമേ. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ. കണ്ണു തുറന്ന ഈ ആലയത്തെ അവിടുന്ന് രാപകൽ കടാക്ഷിക്കണമേ. രാത്രിയും പകലും അങ്ങയുടെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഉണ്ടാകണമേ. പാപം ചെയ്യുന്നവൻ പശ്ചാത്തപിച്ചാൽ അവിടുന്ന് അവനോട് പാപത്തെ ക്ഷമിക്കണമേ. അതുപോലെ തന്നെ ജനത്തിൻ്റെ പാപമുഖാന്തരം സാംക്രമിക രോഗങ്ങൾ, മഹാമാരി, വെട്ടുക്കിളി, വിഷമഞ്ഞ്, കീടബാധമൊക്കെ ഉണ്ടാകുമ്പോൾ ജനം പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ആ പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. അതുപോലെ തന്നെ വ്യക്തിപരമായോ സമൂഹപരമായുള്ള പ്രാർത്ഥനയെ അവിടുന്ന് ചെവിക്കൊള്ളണമേ. 32 വാക്യങ്ങൾ വായിക്കുന്നു. ഇസ്രായേൽ ജനം മാത്രമല്ല, വിദേശികളും പരദേശികളും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനിടയായാൽ അവരുടെ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കുമാറാകണമേ. ഇസ്രായേൽ ജനമാണ് യഹോവയിൽ വിശ്വാസമുള്ളത്. യഹോവയിൽ വിശ്വാസമില്ലെങ്കിലും യഹോവ സ്ഥാപിച്ചതായി ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ ജാതിമത ഭേദമന്യേ അവർക്കതെല്ലാം അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കണമേ എന്നുള്ള ദീർഘമായൊരു പ്രാർത്ഥന, വിശാലമായൊരു പ്രാർത്ഥന സോളമനിവിടെ നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജനത്തിൻ്റെ പാപനിമിത്തം ശത്രുകരങ്ങളിൽ അവർ പിടിക്കപ്പെടാനിടയായാൽ അവിടെ ആയിരുന്നവർ പശ്ചാത്തപിച്ചാൽ അവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. അവർ പിടിക്കപ്പെടേണ്ടി വരുന്നതും അടിമത്തത്തിൽ പോകേണ്ടി വരുന്നവരുടെ പാപം മുഖാന്തരമാണ്. എന്നാൽ ആ പാപത്തെ തിരിച്ചറിഞ്ഞ് അവർ പശ്ചാത്തപിക്കുമ്പോൾ പിന്നീട് അന്നേരം തന്നെ അവരോട് ക്ഷമിച്ച് അവരെ അവിടെ നിന്ന് അടിമത്തിൽ നിന്ന് അവരെ വിടുവിക്കുമാറാകണമേ. അതുപോലെ യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് വിജയം ലഭിക്കാൻ തക്കവണ്ണം കാരണമായിട്ട് തീരണമേ. ഇസ്രായേൽ ജനം നമുക്കറിയാം, ധാരാളം യുദ്ധങ്ങൾ അവർ ഏർപ്പെടേണ്ടതായി വരുന്നുണ്ട്. മോശയുടെ കാലം മുതൽ ഇസ്രായേൽ ജനം വളരെ പരിമിതമാണെങ്കിലും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കൊക്കെ ജയിക്കാൻ സാധിച്ചത് പ്രാർത്ഥനയോടുകൂടി അവർ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണല്ലോ. ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്.
ആ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കുമാറാകണമേ എന്ന് ശലോമോൻ ആ ജനത്തിനു വേണ്ടി ഇവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. 41 വാക്യം വായിക്കുന്നു, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അവിടുന്ന് അണിയിക്കുമാറാകണമേ. അവരാണ് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ജനത്തിൻ്റെ പാപപരിഹാരാർത്ഥം യാഗം അർപ്പിക്കുന്നവരാണ്. അപ്പോൾ അവർ യാഗം അർപ്പിച്ചാൽ അവിടുന്ന് അതിനെ കൈക്കൊള്ളുമാറാകണം. അവർക്ക് അവരുടേതായ കുറവുകളും ബലഹീനതകളൊക്കെ കണ്ടേക്കാം. അവരുടെ കുറവുകളും ബലഹീനതകളും വെച്ച് ജനത്തിനു വേണ്ടി അർപ്പിക്കുന്നതായ യാഗങ്ങളെ അവിടുന്ന് തിരസ്കരിക്കാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് അവരർപ്പിച്ചാലും അത് ഒക്കെയും സ്വീകരിച്ച് അവരോട് ക്ഷമിക്കുമാറാകണമേ. അതുപോലെ തന്നെ ഞാൻ സ്ഥാപിച്ച ഈ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലം ആയി അതിനെ കാണണമേ. അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല, എപ്പോഴും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അങ്ങയുടെ അഭിഷിക്തനെ നിന്ന് അവിടുന്ന് മുഖം ധരിക്കല്ലേ. ഇവിടെ അഭിഷിക്തനെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ, രാജാവിനെ കുറിച്ച് തന്നെയാണ്. എന്നിൽ നിന്ന് നിൻ്റെ മുഖത്തെ നീ പിന്തിരിപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പൂർണ്ണവും അല്ലെങ്കിൽ ദീർഘവുമായ ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് സോളമൻ ഇവിടെ നടത്തുന്നത്. തന്നെയും ഇസ്രായേൽ സമൂഹത്തെയും മാത്രമല്ല വിദേശികളും പരദേശികളുമായ സകലരെയും സമർപ്പിച്ച് ധാരാളം പേരുടെ സഹകരണം ദേവാലയ നിർമ്മാണത്തിനുണ്ടായിട്ടുണ്ട്. അതിനകത്ത് വിശ്വാസികളും അവിശ്വാസികളൊക്കെ കണ്ടേക്കാം. എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും അവരോട് ദയവ് തോന്നണമേ എന്നുള്ള വളരെ ദീർഘമായൊരു പ്രാർത്ഥനയും വലിയ സമർപ്പണവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദേവാലയത്തെക്കുറിച്ചും നമുക്കിങ്ങനെയുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ യഥാർത്ഥ ദേവാലയം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലും ഇങ്ങനെ പാപകരമായ ചിന്തകളും പ്രവൃത്തികളൊക്കെ വന്നാലും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്നുള്ളൊരു പശ്ചാത്താപം നമുക്കുണ്ടാകുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അത് ദൈവമേ പരിശുദ്ധാത്മാവേ അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.